വെൽക്കം ടു ഫിസിക്സ് വിത്ത് അനുശ്രീ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ക്രിച്ചോഫ്സ് ലോനെ പറ്റിയാണ്. നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഓംസ് ലോയെ പറ്റി പഠിച്ചു. നമുക്കറിയാം ഓംസ് ലോ പറയുന്നത് എന്താ? ഇറ്റ് ഇസ് എ റിലേഷൻ ദാറ്റ് ഇസ് കണക്ടിങ് പൊട്ടൻഷ്യൽ കറന്റ് ആൻഡ് റെസിസ്റ്റൻസ്. V is equal to IR. ഇതൊരു സിമ്പിൾ ഇക്വേഷൻ ആണ്. പക്ഷേ നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ നമ്മുടെ സർക്യൂട്ട് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട്സ് വരുമ്പോൾ നമുക്ക് V is equal to IR എന്ന ഇക്വേഷൻ വെച്ച് മാത്രം നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ റെസിസ്റ്റേഴ്സിന്റെയും സെല്ലിന്റെയും ഒക്കെ എണ്ണം കൂടുമ്പോൾ അവിടെ നമ്മളെ സഹായിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റൂളാണ് ക്രിച്ചോഫ്സ് റൂൾ അല്ലെങ്കിൽ ക്രിച്ചോഫ്സ് ലോ എന്ന് പറയുന്നത്. നമുക്കിതിൽ രണ്ട് റൂൾസ് ആണ് വരുന്നത്. ആദ്യത്തേത് എന്ന് പറയുന്നത് ജംഗ്ഷൻ റൂൾ ആണ്. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ലൂപ്പ് റൂൾ ആണ്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ജംഗ്ഷൻ, എന്താണ് ലൂപ്പ്, ഇത് രണ്ടുമാണ് ആദ്യം നമുക്ക് അറിയുന്നത്. ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഒരു റോഡ് എടുത്തു കഴിഞ്ഞാൽ പല റോഡുകൾ വന്ന് കൂടിച്ചേരുന്ന ഒരു സ്ഥലം, അതാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോ ഞാനൊരു സർക്യൂട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ആണ്. എനിക്ക് പല റെസിസ്റ്റൻസസ് വന്ന് ചേരുന്ന ഒരു പോയിന്റ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒക്കെ ഈ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പോയിന്റിനെ പി എന്ന് വിളിച്ചാല് ഈ പി എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് ഈ എല്ലാ റെസിസ്റ്റേഴ്സും വന്ന് കണക്ട് ചെയ്യപ്പെടുന്നത്, അല്ലെ? അപ്പൊ ആ പോയിന്റിനെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്ത്? ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ജംഗ്ഷനിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന റൂളാണ് ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു സർക്യൂട്ട് ഇവിടെ വരയ്ക്കാം. അപ്പൊ ഇവിടെ ഞാൻ വരയ്ക്കുന്ന സർക്യൂട്ടില് ഞാനൊരു റെസിസ്റ്റൻസ് എടുത്തു. അങ്ങനെ പല റെസിസ്റ്റൻസസും ഈ ഒരു പോയിന്റിലേക്ക് വന്ന് കൂട്ടിമുട്ടുകയാണ്. ഇവിടെ റെസിസ്റ്റൻസസ് ജോയിൻ ചെയ്യുന്നതിലുപരി ഇതിന്റെ അകത്തൂടി പോകുന്ന കറണ്ട് എങ്ങോട്ടാണ് എന്നുള്ളതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ റെസിസ്റ്റൻസിനെ ഞാൻ R1 എന്നും R2, R3, R4 എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഇതില് R1 എന്ന് പറയുന്നതില് ഇങ്ങനെയാണ് ഞാൻ കറണ്ട് മാർക്ക് ചെയ്യുന്നത്. മാർക്കിംഗ് ഇട്ട് I1. ഇനി ഞാൻ അടുത്തത് ഞാൻ റാൻഡംലി മാർക്ക് ചെയ്യാണ്. പ്രത്യേകിച്ച് റൂളൊന്നുമില്ല, ഞാൻ റാൻഡംലി മാർക്ക് ചെയ്യാണ്. ഇവിടെ ഞാൻ ഇതിനെ I2 എന്ന് വിളിക്കുന്നു. ഞാൻ അടുത്ത പോയിന്റ് എടുക്കുമ്പോൾ ഇതിനെ ഞാൻ I4 എന്ന് വിളിക്കുന്നു. ഇതിനെ ഞാൻ I3 എന്നും വിളിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ജംഗ്ഷനിൽ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ കറണ്ടും ഒരേ ഡയറക്ഷനിലോട്ടല്ല പോകുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ജംഗ്ഷനിലേക്ക് ഈ I1 എന്ന കറണ്ട് വന്ന് കയറുകയാണ്. I4 എന്ത് ചെയ്യാണ്? വന്ന് കയറുകയാണ് ആ ജംഗ്ഷനിലോട്ട്. അതേസമയം I2നും I3ക്കും എന്താ സംഭവിക്കുന്നത്? അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പൊ ഈ ജംഗ്ഷനിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? I1ഉം I4ഉം വന്ന് ചേരുന്നു, I2ഉം I3യും അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോ ഈ ലൂപ്പ് റൂള് ഈ ജംഗ്ഷൻ റൂള് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇവിടെ ഈ ജംഗ്ഷനിൽ അക്യുമുലേഷൻ ഓഫ് ചാർജസ് നടക്കില്ല എന്നാണ് പറയുന്നത്. അക്യുമുലേഷൻ ഓഫ് ചാർജസ് നടക്കില്ല എന്ന് പറഞ്ഞാല് അവിടെ ചാർജ് വന്ന് അടിഞ്ഞുകൂടി കിടക്കില്ല. ചാർജ് വന്ന് അടിഞ്ഞുകൂടി കിടക്കില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വന്ന് കയറുന്ന ചാർജസ് എല്ലാം അതുപോലെ ഇറങ്ങിപ്പോണം. ഈ ചാർജസ് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കറണ്ട് എന്ന് വിളിക്കുന്നത്, അല്ലെ? അപ്പോ ഈ ജംഗ്ഷനിലേക്ക് വന്ന് കയറുന്ന കറണ്ട് അവിടെ നിൽക്കില്ല. അവിടെ നിന്ന് എന്ത് ചെയ്യണം? അത് ഇറങ്ങിപ്പോണം. അപ്പൊ ഞാനത് എങ്ങനെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യും? വന്ന് കയറുന്ന കറണ്ട് ഏതൊക്കെയാണ് ഇതിന്റെ അകത്ത്? I1ഉം I4ഉമാണ് വന്ന് കയറുന്നത്, അല്ലെ? അപ്പൊ ഞാൻ എഴുതുകയാണ് I1ഉം I4ഉം ഒരുമിച്ച് വന്ന് കയറുകയാണ്. ഒരുമിച്ച് വന്ന് കയറുന്നതുകൊണ്ട് ഞാൻ അതിനെ പ്ലസ് എന്ന് ഇട്ടു. ആ വന്ന് കയറുന്ന അത്രയും കറണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോണം. അത്രയും കറണ്ട് തന്നെ, അതായത് ഈക്വൽ ടു ആണല്ലോ. ഇറങ്ങിപ്പോകുന്നത് ആരൊക്കെയാ? I2ഉം I3യും. സോ ഞാൻ ഇവിടെ എന്ത് എഴുതും? I1ഉം I4ഉം വന്ന് കയറിയിട്ട് അത് എന്തായിട്ട് ഇറങ്ങിപ്പോകുന്നു? I2ഉം I3യും ആയിട്ട് ഇറങ്ങിപ്പോകുന്നു. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം. I1ഉം I4ഉം അല്ലെ വന്ന് കയറിയത്, അപ്പൊ ഇറങ്ങി പോകേണ്ടതും I1ഉം I4 തന്നെ അല്ലേ? അവിടെയാണ് ആര് വരുന്നത്? ഈ റെസിസ്റ്റൻസസ് വരുന്നത്. നമുക്കറിയാം 5 ഓം എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ ആണ്. ഓഫർ ചെയ്യുന്നത് അത്രയും ആയിരിക്കില്ല 2 ഓം ഓഫർ ചെയ്യുന്നത്. അത് ഓഫർ ചെയ്യുന്നത് കുറവാണ്. 2 ഓമിലൂടെ എന്ത് ചെയ്യും? കൂടുതൽ കറണ്ട് പോകും. അപ്പൊ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ നോക്കിക്കേ, R1, R2, R3, R4. ഓരോ റെസിസ്റ്റൻസിനും ഞാൻ ഓരോ വാല്യൂ ആണ് കൊടുത്തത്. അതുകൊണ്ടാണ് വന്നു കയറുന്ന കറണ്ടും ഇറങ്ങി പോകുന്ന കറണ്ടും എന്തായത്? ഡിഫറെന്റ് ആയത്. പക്ഷെ എന്ത് തന്നെയായാലും നമ്മളോട് ജംഗ്ഷൻ റൂള് പറയുന്നത് എന്താ? ആ ജംഗ്ഷനിലേക്ക് വന്നു കയറുന്ന കറണ്ട് തന്നെയായിരിക്കും ഇറങ്ങി പോകുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എങ്ങനെയാ പറയുക? We will say that the current that is entering into a junction will be equal to the current that is leaving the junction. അവിടെ എന്തില്ല? അക്യുമുലേഷൻ ഓഫ് ചാർജ് ഇല്ല. ഇങ്ങനെ അക്യുമുലേഷൻ ഓഫ് ചാർജ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ
പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയും. കൺസർവേഷൻ ഓഫ് ചാർജിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ഈ ജംഗ്ഷൻ റൂള് എഴുതുന്നത്. അപ്പൊ ജംഗ്ഷൻ റൂൾ ഇത്രേ പറയുന്നുള്ളൂ. The current that entering into a junction will be equal to the current leaving the junction, and there will be no accumulation of any charge. If you have doubts, definitely ask in the comment section. Like, share, and subscribe.